എടി കല്യാണി, എടി ഇവൾ 24 മണിക്കൂർ ഫോൺ നോക്കിയിരിക്കുകയാണാ? എന്താ അമ്മേ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എന്തിനാ കിടന്ന് വിളിക്കുന്നേ? ഇടി ആ ചെവിയിലതൊക്കെ എടുത്ത് കളയടി, ആ ചെവിയിലെ കോപ്പൊക്കെ എടുത്ത് കള. 24 മണിക്കൂറും ഇത് നേരത്താണോ എന്തോ? 24 മണിക്കൂറും ഫോണിൽ തോണ്ടി 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 തോണ്ടിയിരിക്കണം. പഠിക്കുകയും വേണ്ട, വേറൊരു കാര്യം ശ്രദ്ധിക്കുകയും വേണ്ട. എന്താ എടി? അതെ, എൻ്റെ ഫോണിൽ പച്ച ലൈറ്റ് കത്തുന്നില്ല. നീ ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, പച്ച ലൈറ്റ് കത്താത്ത എന്തെന്ന്. പച്ച ലൈറ്റ്? എന്തൊരു പച്ച ലൈറ്റ്? എടി, ഇൻസ്റ്റഗ്രാമിൽ ആ സുഭാഷിണിയുടെ അവളെ പച്ച ലൈറ്റ് കത്തുന്നില്ല, നീ ഒന്ന് നോക്കിയാണ്. ഓ, ഇൻസ്റ്റഗ്രാമിലെയോ? അവർ ആക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടോ? നീ ഒന്ന് കത്തിച്ച് നോക്കിയാണ്. അത് നമുക്ക് കത്തിച്ചിടാനൊന്നും പറ്റത്തില്ല. അവർ ഓൺലൈൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ച ലൈറ്റ് ഒന്ന് കാണിക്കും, അല്ലാതെ നമ്മൾ കത്തിച്ചിടുന്നൊന്നുമല്ല. എന്നാ അവർ കത്തിക്കുന്നതൊന്ന് നോക്ക് നീ. ആ, കൊള്ളാം. അവരമ്മേനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ എങ്ങനെയാണ് പച്ച ലൈറ്റും മഞ്ഞ ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നത്? അതങ്ങനെ കാണാൻ പറ്റത്തില്ല. അയ്യോ, അവൾ എന്നെ ബ്ലോക്ക് ചെയ്താ? ഈശ്വരാ, ഇനി അവളുടെ പച്ച ലൈറ്റ് ഞാൻ എങ്ങനെ കാണും? അവളുടെ വീഡിയോ ഒക്കെ ഞാനെങ്ങനെ കാണും? ഡെയിലി ഡെയിലി സ്റ്റാറ്റസ് ഇടുന്ന എങ്ങനെ കാണും? സ്റ്റാറ്റസ് അല്ല, സ്റ്റോറി. സ്റ്റാറ്റസാ സ്റ്റോറിയാ, രണ്ടായാലും ഒന്നല്ലേ? ഇനി എങ്ങനെ കാണും ഈശ്വര ഞാൻ അതൊക്കെ? അവൾ എന്നെ മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തതാണ്. അപ്പം അവൾക്ക് എൻ്റെ ഫോട്ടോ കാണാൻ പറ്റുമോ? അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ ഫോട്ടോ അവരും കാണാൻ പറ്റത്തില്ല, അവരെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ ഫോട്ടോയും കാണാൻ പറ്റൂലേ? ഈശ്വര, അവളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓരോ സാരി ഉടുത്ത് ഫോട്ടോ ഇടുന്നത്. ഇപ്പം ഞാൻ എന്തോ ചെയ്യും? ആ, കുഴപ്പമില്ല, വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇനിയിപ്പോൾ അവരെ കാണിക്കാം. അതൊക്കെ പോട്ട്, ഇവരിപ്പോൾ എന്തിനാ അമ്മയെ ബ്ലോക്ക് ചെയ്തേ? അവൾ ഒരു രാത്രി 10-10:30 മണി വരെ പച്ച ലൈറ്റ് കത്തിക്കും. ഞാൻ കുറേ നാളായിട്ട് ശ്രദ്ധിക്കുന്നു ഇവൾ എന്തരാണ് ഇത് ചെയ്യുന്നതെന്ന്. അത് രാത്രി 10-10:30 മണിക്ക് എന്തരാണ് അവൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാനും ഇരിക്കാൻ തുടങ്ങി. അവളെ പച്ച ലൈറ്റ് അണയുന്ന വരെ ഞാനും. അമ്മ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോണത്? ഞാൻ ഇന്നലെ അവളെ ഭർത്താവിനെ കണ്ടപ്പോൾ ഞാനങ്ങ് ചോദിച്ചു, അവൾ എന്തിന് 10-10:30 മണി വരെ പച്ച ലൈറ്റും കത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അവനൊരു പെൺകോന്തനാണ്, അവൻ അവളോട് പോയി പറഞ്ഞു കാണും. അതാണ് അവൾ എന്നെ ബ്ലോക്ക് ചെയ്തത്. അവരെന്തെങ്കിലും ചെയ്യട്ട്, അവരെ ഫോണല്ലേ, അവരുപയോഗിക്കുന്നതല്ലേ. നീ നിൻ്റെ കാര്യം നോക്കേ. നീ ആദ്യം ഫോണിൽ കുത്തൽ നിർത്ത് ഏട്ടാ, എന്നിട്ട് നീ എന്നെ ഉപദേശിക്കാൻ വാ. ഓ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമായാൽ എൻ്റെ പിറകെ നടക്കണ്ടേ? അയ്യോ, സുഭാഷിണിയുടെ കാര്യം ഗ്രൂപ്പിലാരും പറഞ്ഞില്ലേ? അമ്മ, എനിക്ക് ഇന്നലെ മുതൽ നല്ല നടുവേദന ഉണ്ട് അമ്മേ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നടുവേദന? അതെങ്ങനെ? 24 മണിക്കൂർ ഫോണിൽ നോക്കിയിട്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെ നടുവേദന വരായിരിക്കും? അമ്മ 24 മണിക്കൂർ ഫോണല്ലേ ഉപയോഗിക്കുന്ന? അപ്പം ഞാൻ നാളെ പറഞ്ഞാൽ അമ്മയ്ക്ക് നടുവേദന വരുമ്പോഴത്തേക്ക്? ഞാൻ ആവശ്യത്തിനാണ് നോക്കുന്നത്, അല്ലാതെ നിന്നെ കണക്ക് അനാവശ്യത്തിനല്ല. പിന്നെ ആവശ്യത്തിന്. ഓരോ പെണ്ണുങ്ങൾ ഓൺലൈനിലുണ്ടോ ഓഫ്ലൈനിലുണ്ടോ, അവരെന്തൊരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന, അവരുടെ സാരിക്ക് എത്ര രൂപയാണ്, അവരിട്ടേക്കുന്ന മാല മുക്കുകൊണ്ടാണ്, അതൊക്കെ നോക്കിയിട്ട് ഗ്രൂപ്പിലിടുന്നതല്ലേ അമ്മയുടെ പരിപാടി. കാര്യങ്ങളിൽ സത്യം ഉണ്ടായിട്ടല്ലേ അതൊക്കെ പറയുന്നത്. ഗ്രൂപ്പിൽ ഓരോ മെസ്സേജ് വന്നിട്ട് അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. 10-25 പേരുള്ള ഒരു ഗ്രൂപ്പുണ്ട്, അതിലെല്ലാ പെണ്ണുങ്ങളും ഒരേ സ്വഭാവം. മക്കളെ, ഇച്ചിരിയേ ഫോണിൽ നിന്ന് ഇച്ചിരി നെറ്റ് ഇങ്ങോട്ട് കയറ്റി തരുമോ? പിന്നെ എൻ്റെ നെറ്റൊന്നുമില്ല. നിന്നെ 10 മാസം നൊന്ത് പെറ്റ തള്ളയല്ലേടി ഞാൻ, എന്നിട്ട് നിനക്കെന്ത് ഇച്ചിരി നെറ്റ് ഇങ്ങോട്ട് തന്നാൽ? എനിക്ക് രാത്രി ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിനു വേണ്ടി എനിക്ക് നെറ്റ് വേണം. തരണ്ടടി, നീ തരണ്ട. നിനക്കൊന്നും ചോറ് എടുത്തില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന്. എന്നാ ചോറ് തരണ്ട. എന്നാലും മോളെ ഒരു ഇച്ചിരി 2 മെസ്സേജ് വന്നതേ ഉള്ളായിരുന്നു. മെസ്സേജും പോണില്ലല്ലോ, ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയുക. ഇവരെന്തിനാ എൻ്റെ ഫോണിലോട് വിളിക്കുന്നത്? അമ്മേ, ദേ ശാന്താൻ്റി വിളിക്കുന്നു. ഹലോ എടി, എൻ്റെ ഫോണിൽ നെറ്റ് തീർന്നടി, അതുകൊണ്ടാണ് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റാത്തത്. അവളെ മറ്റേ പച്ച ലൈറ്റ് കത്തി കിടക്കുന്ന കാര്യം ഞാൻ അവളെ കെട്ടിയവൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞു കൊടുത്ത്. എടി, ഇച്ചിരി കാപ്പിയിട്ടാണ്, എനിക്ക് വയറ് വിശക്കുന്നു. എന്ത് മനുഷ്യ, പോയങ്ങോട്ട് ഇട്ട് കുടിച്ചാണ്. എനിക്കിപ്പോൾ നേരമില്ല, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പോ.
എന്നാ പിന്നെ ഞായിട്ട് കുടിക്കാം. ഇവളിത് ആരടുത്ത് സംസാരിക്കുന്നു? കുറെ നേരം ആയല്ലേ. അമ്മേ ഫോണിങ്ങെടുക്ക്. എന്തു അടി പെണ്ണേ, നീ ബുക്ക് കണ്ടെടുത്ത് പഠിക്കാൻ നോക്ക്, ഞാൻ ഇവിടെ സംസാരിക്കുന്നു. അമ്മ എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഫോൺ ചെയ്യുന്നത്. ഫോണിങ്ങെടുത്തേ. ഓൺലൈൻ ക്ലാസ്സാ? അങ്ങനെയാണെങ്കിൽ നീ പോയി ടി വി ആണ്, ഇന്ന് പഠിക്കണ്ട. ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഈ കാര്യം പറയണം, നീ മറക്കരുത്. നീ അവള് എത്രയുണ്ടവള്. അമ്മേ അമ്മ ഇത് എത്ര നേരമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു? എനിക്ക് ഫോൺ വേണം. എടി പൊടി, ഇങ്ങോട്ടങ്ങനെ ഇറങ്ങി വന്നാൽ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഡി മോളെ, ഇങ്ങ് കയറ്. അവള് ഫോൺ തരത്തില്ല. എത്രയോ നാളായിട്ട് ഞാൻ കാണുന്നയാ. അവളാ മോളും പച്ചലൈറ്റ് കത്തിക്കുന്നുണ്ടാ? എൻ്റെ ദൈവമേ, ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടാ? അമ്മേ എൻ്റെ ഫോൺ. കയറിപ്പൊടി. അവളുടെ ഒരു ഫോൺ. ഞാനിപ്പോൾ ഫോൺ തരാൻ ഉദ്ദേശിക്കുന്നില്ല. പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ.